ഹലോ, എല്ലാവർക്കും LLP ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസാനിറ്റി അണ്ടർ ഇന്ത്യൻ പീനൽ കോഡ് 1860 കുറിച്ചിട്ടാണ്. സെക്ഷൻ 84 ഓഫ് ഇന്ത്യൻ പീനൽ കോഡിന്റെ അണ്ടറിലാണ് ഇൻസാനിറ്റി എന്നുള്ള ജനറൽ എക്സെപ്ഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് വായിക്കേണ്ട ടോപ്പിക്കിലോട്ട് പോവാം. സെക്ഷൻ 84 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി മാനസിക രോഗം മൂലം അതല്ലെങ്കിൽ അയാളുടെ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് മൂലം ഒരു പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്തു. ബട്ട് സാധാരണ രീതിയിൽ അങ്ങനെ ഒരു ആക്ട് കമ്മിറ്റ് ചെയ്താൽ നമ്മൾ അതിനെ ഒരു ക്രൈം ആയിട്ടാണ് കണക്കാക്കുന്നത്. ബട്ട് ഈ ഒരു സിറ്റുവേഷനിൽ അയാളുടെ മാനസിക രോഗം മൂലം അതല്ലെങ്കിൽ അയാളുടെ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് മൂലമാണ് അയാൾ ഈ ഒരു പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ആ വ്യക്തി ആ ഒരു പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തതായിട്ട് നമ്മൾ കണക്കാക്കില്ല എന്നാണ് സെക്ഷൻ 84 ഓഫ് ഇന്ത്യൻ പീനൽ കോഡിന്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഡിഫൻസ് അതല്ലെങ്കിൽ ഈ ഒരു എക്സെപ്ഷൻ നമ്മുടെ അക്യൂസ്ഡ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ആക്ട് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് മാനസിക പ്രശ്നം ഉണ്ടായിരിക്കണം. അതായത് ആ ഒരു പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ അയാൾക്ക് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കണം. അതായത് അയാൾക്ക് അറിയാൻ കഴിയുന്നില്ല താൻ ചെയ്യുന്ന ആക്ട് എത്രത്തോളം ദോഷകരമായിട്ടുള്ള ഭവിഷ്യത്താണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ കൂടിയുള്ള കഴിവ് ആ വ്യക്തിക്ക് ആ സമയത്ത് ഉണ്ടാവരുത്. അതായത് അയാൾക്ക് തെറ്റേതാ ശരി ഏതാ എന്നുള്ള ആ ഒരു കാര്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ വ്യക്തിക്ക് ആ പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കരുത്. അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമാണ് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ഇൻസാനിറ്റി എന്നുള്ള ഡിഫൻസ് ക്ലെയിം ചെയ്തുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ ക്രൈമിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സെക്ഷൻ 84ന്റെ അണ്ടറിൽ നമുക്ക് ഡിഫൻസ് ക്ലെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ എലമെന്റ്സ് അവിടെ പ്രസന്റ് ആവണം എന്ന് നോക്കാം. ഒന്ന് എന്ന് പറഞ്ഞു വെച്ചാൽ, ഒരു പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്യുന്ന വ്യക്തി അൺസൗണ്ട് മൈൻഡ് ആയിരിക്കണം. അതായത് മാനസിക പ്രശ്നമുള്ള ഒരു വ്യക്തി ആയിരിക്കണം ആ ഒരു പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. സിദ്ധപാൽ കമല യാദവ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്രയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ദ ആക്ട് മസ്റ്റ് ബി ഡൺ ബൈ എ പേഴ്സൺ ഹു ഈസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ഇഫ് ഹി വാണ്ട് ടു ബി എക്സംപ്റ്റഡ് ഫ്രം ദാറ്റ് ക്രൈം ബൈ ക്ലെയിമിംഗ് ഇൻസാനിറ്റി ആസ് എ ജനറൽ ഡിഫൻസ്. അടുത്ത എസെൻഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്, such a person must be incapable of knowing the nature of the act, or that act is opposed to law, or that the act was right or wrong. സോ ആ ഒരു പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ നേച്ചർ എന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവരുത്. അതുപോലെ തന്നെ താൻ ചെയ്യുന്നത് നിയമത്തിനെതിരായിട്ടുള്ള കാര്യമാണ്, അതല്ലെങ്കിൽ താൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരിക്കരുത്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, സച്ച് ഇൻകപ്പാസിറ്റി ബി ബൈ ദ അൺസൗണ്ട്നെസ് ഓഫ് ദ ഒഫൻഡേഴ്സ് മൈൻഡ്. ഈ മെന്റൽ ഇൽനെസ് എന്നുള്ള ആ ഒരു ഇൻകപ്പാസിറ്റി ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ മനസ്സിനായിരിക്കണം ബാധിച്ചിട്ടുണ്ടായിരിക്കേണ്ടത്. അതായത് ആ ഒഫൻഡറുടെ മൈൻഡിനെ ആയിരിക്കണം ഈ അൺസൗണ്ട്നെസ് എന്നുള്ള ഇൻകപ്പാസിറ്റി ബാധിച്ചിട്ടുണ്ടാവേണ്ടത്. നാലാമതായിട്ട്, the incapacity must exist at the time of the commission of the act constituting the offense. ആ ഒരു ഒഫൻസ് അതല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആയിരിക്കണം, ചെയ്യുന്ന സമയത്ത് ഈ വ്യക്തി അൺസൗണ്ട് മൈൻഡ് ആയിരിക്കണം. അതായത് ആക്ട് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇയാൾക്ക് മാനസിക പ്രശ്നം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് ഇയാൾക്ക് ഇൻസാനിറ്റി എന്നുള്ള ഡിഫൻസ് പ്ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻസാനിറ്റിയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ രണ്ട് ടൈപ്സ് ഓഫ് ഇൻസാനിറ്റി തെളിഞ്ഞു വരുന്നുണ്ടാവും. ഒന്ന് എന്ന് പറയുന്നത് മെഡിക്കൽ ഇൻസാനിറ്റിയും അതുപോലെ തന്നെ ലീഗൽ ഇൻസാനിറ്റിയുമാണ്. സോ മെഡിക്കലി ഒരു വ്യക്തി ഇൻസെയിൻ ആണോ എന്നുള്ളത് നമ്മൾ മെഡിക്കൽ ഗ്രൗണ്ട്സ് യൂസ് ചെയ്തിട്ടാണ് അനലൈസ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ ലീഗലി ഒരു വ്യക്തി ഇൻസെയിൻ ആവണം എന്നുണ്ടെങ്കിൽ ലോന്റെ അണ്ടറിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, അതല്ലെങ്കിൽ കുറച്ച് ഫാക്ടേഴ്സ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ആ ഫാക്ടേഴ്സ് ഒക്കെ ക്വാളിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആ ഫാക്ടേഴ്സ് ഒക്കെ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു വ്യക്തി ലീഗൽ ഇൻസെയിൻ ആണ് അല്ലെങ്കിൽ ലീഗലി ഇൻസെയിൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ കോടതിയുടെ മുൻപാകെ ഒരു വ്യക്തി ലീഗലി ഇൻസെയിൻ ആണ് എന്ന് തെളിയിച്ചാൽ
മാത്രമാണ് ആ വ്യക്തിക്ക് ഈ ലീഗൽ ഈ ഇൻസാനിറ്റി എന്നുള്ള ഡിഫൻസ് ഉപയോഗിച്ചിട്ട് ആ ചെയ്ത ക്രൈമിൽ നിന്ന് എക്സംഷൻ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. വെറും മെഡിക്കൽ ഇൻസാനിറ്റി പ്രൂവ് ചെയ്തത് കൊണ്ട് മാത്രം ഈ ക്രൈമിൽ നിന്ന് നമുക്ക് എക്സംപ്റ്റഡ് ആവാൻ സാധിക്കില്ല. സോ ലീഗൽ ഇൻസാനിറ്റി കോർട്ടിന്റെ മുൻപിൽ പ്രൂവ് ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ഒരു ഡിഫൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ ഈ ഇൻസാനിറ്റിയെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു റൂളാണ് മക്നോട്ടൺ റൂൾ എന്ന് പറയുന്നത്. ഈ മക്നോട്ടൺ റൂളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മോഡേൺ ലോ ഓഫ് ഇൻസാനിറ്റി ഒക്കെ നിലനിൽക്കുന്നത്. സോ ഈ ഒരു കേസിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ചാൽ, ഡാനിയൽ മക്നോട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കോട്ടിഷുകാരൻ ഉണ്ടായിരുന്നു. അയാള് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള റോബർട്ട് പീലിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള എഡ്മണ്ട് ഡ്രമ്മോണ്ടിനെ മർഡർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ട്രൈ ചെയ്യപ്പെടുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതായത് ഈ മക്നോട്ടൺ അവിടുത്തെ പ്രൈം മിനിസ്റ്ററുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ കൊന്നു. ആ ഒരു കൊലപാതകത്തിന്റെ മുകളിൽ ഇയാൾ ട്രൈ ചെയ്യപ്പെടുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ ഈ പ്രൈവറ്റ് സെക്രട്ടറിയെ അയാൾ കൊല്ലുന്ന സമയത്ത് അയാളുടെ മനസ്സിലൊരു ഇല്യൂഷൻ ഉണ്ടായിരുന്നു. അതായത് തന്നെ ഈ പ്രൈം മിനിസ്റ്റർ കൊല്ലാൻ വരികയാണ്, അതല്ലെങ്കിൽ ഇഞ്ചുറി ചെയ്യാൻ വരികയാണ്. സോ അയാൾ പ്രൈം മിനിസ്റ്റർ ആണ് എന്ന് വിചാരിച്ചിട്ടാണ് ഈ പ്രൈവറ്റ് സെക്രട്ടറിയെ ഷൂട്ട് ചെയ്യുകയും അതുവഴി കൊല്ലുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ കേസ് കോടതിയുടെ മുൻപിൽ എത്തിയ സമയത്ത് അയാൾ എന്ത് ചെയ്തു, ഇൻസാനിറ്റി പ്ലീഡ് ചെയ്തു. സോ മെഡിക്കൽ എവിഡൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അയാൾ മോർബിഡ് ഡെലൂഷൻ എന്നുള്ള ഒരു ഡിസീസിനെ അണ്ടർഗോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുമൂലമാണ് അയാൾ ഈ പ്രൈം മിനിസ്റ്ററുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ കൊന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മെഡിക്കൽ റിപ്പോർട്ട് അതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇതുകൊണ്ടൊക്കെ തന്നെ അയാളെ ഇൻസാനിറ്റി എന്നുള്ള ഗ്രൗണ്ടിൽ വെറുതെ വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് മക്നോട്ടൺ റൂളിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. സോ ഈ കേസിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ഡിബേറ്റ്സ് ഒക്കെ നിലനിന്നിരുന്ന സമയമായിരുന്നു. സോ ആ ഒരു ഡിബേറ്റിനൊക്കെ കൊടുത്ത ആൻസേഴ്സ് ആണ് പിന്നെ ഈ മക്നോട്ടൺ റൂളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് നമുക്ക് ഈ മക്നോട്ടൺ റൂൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ പിന്നെ ചെയ്യാം. അപ്പോൾ ഈ ഒരു മക്നോട്ടൺ കേസ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.